അപ്പൊ നമ്മൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സൗദി ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കാണ്ട് നോക്കിയേ. പക്ഷെ എനിക്കറിയില്ല ഇതെന്താ സംഭവം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ ഭായി സഹായിക്കുന്നതുകൊണ്ട് എല്ലാം ഉഷാറാവുന്നുണ്ട്. ഇത് ഇവിടെ നിന്നൊക്കെ നിർത്തി പോണതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സൗദി ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ സൗദിയിലെ ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് മൊത്തം. ഇതിന്റെ തോക്കുണ്ട്, അതുപോലെ തന്നെ ചായ ഇരിക്കുന്ന ജഗ്ഗുകളുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള എല്ലാ ഐറ്റം ഉണ്ട്. അത് പണ്ടത്തെ ആയിട്ട് നല്ല ഭംഗി നാച്ചുറൽ ആയിട്ടുള്ളതുകൊണ്ടാണ് അത് എന്റെ ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമ്മുടെ ഒരു കാര്യം ഞാൻ കാണിച്ചേക്കാം. നമ്മുടെ പഴയ നോട്ട്, അതായത് നമ്മുടെ ലൈഫില് നമ്മളിവിടെ കുറെ ആൾക്കാർ സൗദിയിൽ ജീവിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഈ നോട്ടൊക്കെ ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള ദൈവത്തിന് അത്രയും നമ്മളൊക്കെ പറ്റി. നമ്മൾക്കൊക്കെ വന്നത് ഒരു റെഡ് ബ്ലൂ ഒക്കെ ആയിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കിയേ, ഈ വർഷത്ത് വന്ന് ജീവിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാവും, ഈ നോട്ട് വാങ്ങിയ ആൾക്കാരുണ്ടാവും, ഈ നോട്ട് വാങ്ങിയ ആൾക്കാരുണ്ടാവും. ഇത്രയും നോട്ട് പഴയ കാലത്തുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള നോട്ടാണ് എല്ലായിരിക്കും. അറബിയിലായതുകൊണ്ട് അറബി മാഫി മാറും, അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തില് നമ്മൾക്ക് എന്തൊരു അറിവ് വെച്ച് വരുമ്പോ കണ്ടിട്ടുള്ള ടിവികളൊക്കെയാണ്. അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് ഈ ഹെറിറ്റേജിൽ വരുമ്പോ പലവിധ അടിപൊളി, അതായത് നമ്മുടെ സൗദിയിൽ പഴയ കാലങ്ങളിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ നേരിട്ട് അനുഭവപ്പെടാൻ പറ്റും. അതായത് ദമാമിലുള്ള ഹെറിറ്റേജ് വില്ലേജിലേക്ക് വന്നാല്